നമസ്കാരം. ഡ്രൈവിംഗ് ലൈസൻസിലൊക്കെ അപ്ലൈ ചെയ്തതിനു ശേഷം അത് നമ്മുടെ കയ്യിൽ ലഭിക്കാനായിട്ട് കാലതാമസം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് പരിവാഹൻ സൈറ്റിൽ നിന്ന് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാവുന്ന ലൈക്ക് കൂടി ചെയ്തേക്കുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്മാർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് അല്ല ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. നമുക്ക് നമ്മുടെ ലൈസൻസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ കൊടുത്ത എല്ലാ കാര്യങ്ങളും ഏതൊക്കെ രീതിയിലാണോ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ വരുന്നത് അത് മൊത്തം അതേപോലെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ഗൂഗിളിൽ പരിവാഹൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പരിവാഹൻ സേവ എന്ന് പറയുന്ന ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് കാണാൻ സാധിക്കും. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു സൈറ്റിൽ നിന്ന് നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് മാത്രമല്ല ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നത് ഒരുപാട് ഗവൺമെന്റ് സർവീസുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാനും ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കും. ഇനി ഈ ഡ്രോപ്പ് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. അതായത് ഓൺലൈൻ സർവീസ് എന്നുള്ള ഈ ഒരു ഡ്രോപ്പ് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം ഇങ്ങനൊരു ഇന്റർഫേസ് ഓപ്പൺ ആയി വന്നു. ഇവിടെ അതേഴ്സിൽ പോയി കഴിഞ്ഞാൽ സെർച്ച് റിലേറ്റഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിട്ടും. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇങ്ങനൊരു ഇന്റർഫേസ് വരും. ഇവിടെ നമ്മൾ ആദ്യം സെർച്ച് ക്രൈറ്റീരിയ സെലക്ട് ചെയ്യണം. ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടെങ്കിൽ അത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ലേണേഴ്സിന് അപേക്ഷിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ലേണേഴ്സ് നമ്പർ കാണും. അത് നമുക്ക് ഇവിടെ എൻ്റർ ചെയ്തുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാനായിട്ട് സാധിക്കും. DL നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറാണ്. അത് എൻ്റർ ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് ലൈസൻസ് ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും. അതേപോലെ കണ്ടക്ടർ ലൈസൻസ് നമ്പർ ഉണ്ട്. അതും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്ത് നമുക്ക് ഇവിടെ വന്ന് അതിൻ്റെ ഡീറ്റെയിൽസും എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിവിടെ DL നമ്പറാണ് എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. 15 അക്കമുള്ള നമ്മളുടെ DL നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ എൻ്റെ DL നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു. അതിനുശേഷം എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുകയാണ്. അതിന് താഴെയായിട്ട് ഈ കാണുന്ന ക്യാപ്ച ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഞാൻ ക്യാപ്ചയും കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്തു. ഇനി നിങ്ങൾക്ക് ഈ ക്യാപ്ച കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ റീഫ്രഷ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ക്യാപ്ച നമുക്ക് ഇവിടെ ജനറേറ്റ് ചെയ്തുകൊണ്ട് അത് എൻ്റർ ചെയ്ത് കൊടുക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് ക്രൈറ്റീരിയ ആണോ സെലക്ട് ചെയ്തിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നതാണ്. ജസ്റ്റ് ഇനി സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുകയാണ്. സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു ഇന്റർഫേസ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ ആപ്ലിക്കന്റിന്റെ പേരെന്താണ്, അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, ഫാദേഴ്സ് നെയിം, RTO എവിടെയാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യണം. ഇപ്പം ഇങ്ങനൊരു പുതിയ പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ വന്നിട്ടുണ്ട്. അതായത് ലൈസൻസിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇത് പ്രിന്റ് ഔട്ട് എടുത്തും സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇതേപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഫോളോ ചെയ്ത് വെച്ചേക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.